ഈ മെൻസ് അസോസിയേഷൻ പൊതുവിൽ ഇതുപോലുള്ള ക്രിമിനൽസിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിമർശനം ഈയിടയ്ക്കായിട്ട് കാണുന്നുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്ക് വേണ്ടി ഹാരം ഓർഡർ ചെയ്യുന്നു, അവിടെ പാഞ്ഞെത്തുന്നു. എന്താണ് അങ്ങനെയുള്ള ആൾക്കാരെ ഈ സമൂഹത്തിൽ സപ്പോർട്ട് ചെയ്യുകയും മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യുകയാണോ ലക്ഷ്യം? ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് ശരിക്കും? തീർച്ചയായിട്ടും ഇവിടെ ഈ മാലയിട്ട് സ്വീകരിച്ചു എന്ന് പറയുന്നത് സവാൽ വിഷയമാണ്. ഈ പെൺകുട്ടി ചെയ്തതിനേക്കാളും ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ് നന്ദിത അന്ന് ചെയ്തത്. കാര്യം പുള്ളിക്കാരിയും ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ട് ID പറഞ്ഞിട്ടാണ് ആ വിഷയം അവതരിപ്പിച്ചത്. അത് ഭയങ്കരമായിട്ട് ജനശ്രദ്ധ കിട്ടുകയും മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. അങ്ങനെ 2 ദിവസം ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയായിരുന്നു ഞങ്ങൾ. കാരണം അതിലെന്തെങ്കിലുമൊക്കെ കഴമുണ്ടാവും എന്ന് മനസ്സിലാക്കി. പക്ഷെ പിന്നീട് ഇതിൽ കുറെ ഉടായിപ്പാണെന്നും പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ നോക്കിയപ്പോൾ ഇത് റീച്ചിന് വേണ്ടി ചെയ്തതാണ്, ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, വൈറലാവാനെന്നൊക്കെയുള്ള മനസ്സിലാക്കിയിട്ട് ആണ് ഞങ്ങൾ അതിൽ ഇടപെട്ടു. പിന്നെ ഒരു ചെറുപ്പക്കാരനെ അധിക്ഷേപിച്ച് ഇത്രയും ഒക്കെ അവനെ ജയിലിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ തിരിച്ചിറങ്ങുമ്പോൾ ജീവിച്ചിരിക്കണമെന്നില്ല, ആത്മഹത്യയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇനിയും ഒരു ജീവിതം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഞങ്ങൾ പൂമാലയിട്ട് സ്വീകരിച്ചത്. അതിനു മുൻപും പിൻപും ഒരുപാട് പുരുഷന്മാർ ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണിച്ചവരുണ്ട്. അവരെ ആരെയും ഞങ്ങൾ പൂമാലയിട്ട് സ്വീകരിക്കുകയോ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടികളോട് ഇവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ ഭർത്താവ്, ഇങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള ഒരു മനോവൈകല്യം ഉണ്ട് എന്നിരിക്കട്ടെ, അവരെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കല്ലെറിഞ്ഞു കൊല്ലുമോ? അതോ ഇതുപോലെയുള്ള വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ഇട്ട് നിങ്ങൾ വൈറലാവാൻ ശ്രമിക്കുമോ? ഇതാണ് എന്റെ ചോദ്യം. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവരെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക വേണം ചെയ്യേണ്ടത്. കാരണം ഇവിടെ ചില കാലയളവിൽ ആനയ്ക്ക് മതം ഇളകാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആനയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ കാലയളവിൽ വേറെ ഒരു പ്രോഗ്രാമിനും പങ്കെടുപ്പിക്കാതെ അതിന് ഒരു സുഖചികിത്സ കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ ഒരുപാട് പേര് അവരുടെ എന്താ പറയാ അവരുടെ കാമം അടക്കാൻ പറ്റാതെ വിരലി പിടിച്ച് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇല്ല എന്ന് പറയാം. അത് നമ്മൾ ബസ് സ്റ്റോപ്പ് മുതൽ, ബസ് സ്റ്റാൻഡ് മുതൽ, ബസ് സ്റ്റോപ്പ് മുതൽ, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ മുതൽ പല ഭാഗത്തും, പാർക്കുകളിലും പല ഭാഗത്ത് കാണുകയാണ്. കാരണം പുരുഷന്മാരുടെ തലയ്ക്ക് മേളിൽ കൂടിയാണ് വരുന്നത്. അപ്പോ ഏറ്റവും കൂടുതൽ കുഴപ്പക്കാരെന്ന് സമൂഹത്തിൽ ഞാനിപ്പോ കാണുന്നത്, ഇപ്പോ ഈ കാലയളവിൽ, ഞങ്ങളുടെയൊക്കെ കാലയളവിൽ പെൺകുട്ടികൾ വളരെയധികം ഒതുങ്ങി നല്ല രീതിയിലാണ് ജീവിച്ചത്. ഞങ്ങൾ പുരുഷന്മാരും വളരെ കുറച്ചുപേർ മാത്രമേ പ്രശ്നക്കാരായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അഭിമാനികളാണ്. പക്ഷെ പുരുഷന്മാർ ഇപ്പോഴും അഭിമാനികളാണ് കൂടുതലും. കാര്യം ഞങ്ങളെ പോലുള്ള ഈ 40+ ടീമുകളെല്ലാം അഭിമാനികൾ തന്നെയാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു 20-25 വയസ്സ് പ്രായമുള്ള പിള്ളേർ മാത്രമേ നിങ്ങളെ പോലെയൊക്കെയുള്ള കുറച്ച് വിരളിത്തനങ്ങൾ കാണിക്കുന്നുള്ളൂ. അപ്പോ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇങ്ങനെയുള്ള മാനസിക പ്രശ്നമുള്ള സ്ത്രീയായാലും പുരുഷനായാലും അവരെ കല്ലെറിഞ്ഞ് കൊല്ലുകയല്ല, ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വെച്ച് അവരെ വലിച്ചു കീറുകയല്ല ചെയ്യേണ്ടത് അവർക്ക് ജീവിക്കുവാനുള്ള നല്ല രീതിയിലുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇപ്പൊ ഇന്നലെ നമ്മുടെ 12 മണിയോടുകൂടി വീണ്ടും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായിരിക്കുന്നു. മുമ്പത്തെ അതിജീവിത പറഞ്ഞു എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇപ്പൊ വളരെയധികം വൈറലാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോട് മാപ്പ് ചോദിക്കുന്നത് പോലെ, കുഞ്ഞിനോട് ക്ഷമാപണം, കുഞ്ഞാറ്റ അമ്മയ്ക്ക് നിന്നെ ചന്ദ്രനോളവും അതിനപ്പുറവും ഇഷ്ടം. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ പരാതിക്കാരിയുടേതെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതേസമയം രണ്ടാമത്തെ ഒരു അറസ്റ്റ് ഇന്നലെ ഉറങ്ങിക്കിടക്കുമ്പോൾ അർദ്ധരാത്രിയോടുകൂടി സംഭവിക്കുകയും ചെയ്തു. ശരിക്കും രാഷ്ട്രീയ നേതൃത്വമായാലും ഇതുപോലുള്ള പബ്ലിക് ഫിഗറുകളെല്ലാം കുറച്ചുകൂടി അച്ചടക്കത്തോടെ ജീവിക്കേണ്ടതല്ലേ എന്നൊരു തോന്നൽ ആണോ ഈ പറയുന്ന വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സത്യമുണ്ടോ അതോ അസത്യമാണോ ഇങ്ങനെ വരുന്ന വാർത്തകൾ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം ഒരുപാട് സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, പക്ഷെ ഇതിൽ ബഹുഭൂരിപക്ഷം എന്നല്ല എല്ലാവരും സമ്മതത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിനോടൊപ്പം ശാരീരിക ബന്ധം പുലർത്തിയിട്ടുള്ളവർ തന്നെയാണ്.
ഇതിൽ വരുന്ന ഒരു വൈരാഗ്യ രൂപേണ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഒരേ സമയം ഇപ്പോ ഒരുപാട് പേരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതിൽ ഭർത്താവാകാം, കാമുകനാവാം, ഫ്രണ്ട്സ് ആവാം, ഇങ്ങനെ പല മേഖലയിലുള്ള പുരുഷന്മാരുമായിട്ട് ഇന്നത്തെ യുവതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അതുപോലെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, ആണുങ്ങളിൽ ചുരുക്കം ചില വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടവും എന്ന് പറയാം. കാര്യം ഒരേ സമയം ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെല്ലാവരും സമ്മതത്തോടു കൂടിയിട്ടാണ്. അദ്ദേഹം ബലമായിട്ട് പിടിച്ച് റൂമിൽ കൊണ്ടുപോവുകയോ വീട്ടിൽ കൊണ്ടുപോവുകയോ ചെയ്തിട്ടുള്ള അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ള ലൈംഗിക ബന്ധം തെറ്റല്ല എന്ന്. അപ്പൊ അതാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകന് നിരക്കുന്ന രീതിയിലുള്ള ജീവിതമല്ല എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അപ്പൊ ജീവിതത്തിൽ കുറച്ച് പഠിക്കേണ്ടതുണ്ട്, അത് കുറച്ച് അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്, ആ രീതിയിൽ ജീവിക്കേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പരാതികൾ കൊടുത്ത് ജയിലിലടയ്ക്കാൻ ഇപ്പൊ വലിയൊരു ടീം തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പിന്നാമ്പുറത്ത് രാഷ്ട്രീയമാണ്. നിയമസഭാ ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷന് കുറച്ച് നേട്ടങ്ങൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇവിടെ ഇലക്ഷന് നിന്ന ആ സമയത്താണ് ഒരു ചാനലിന്റെ റിപ്പോർട്ടറെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ഞാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഞാൻ ചോദിച്ച ഒരു കാര്യമാണ്, ഇവിടെ ഒരു സീറ്റ് സുരേഷ് ഗോപിക്ക് കൊടുക്കുകയാണ്, അയാൾ ജയിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ പറയുകയും ജയിക്കുകയും ചെയ്തു. അദ്ദേഹം നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള അനാവശ്യ കാര്യങ്ങൾ എടുത്തിട്ട് ജനപിന്തുണ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് നടന്നത്. ഇവിടെ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഞാനും കൂടി വോട്ടിട്ട് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്, ഒരു സർക്കാരാണ് ഇവിടെ ഇപ്പൊ കേരളം ഭരിക്കുന്നത്. ഞാനൊരു CPM കാരൻ തന്നെയായിരുന്നു. ഇപ്പൊ ഒരു രാഷ്ട്രീയത്തോടും താല്പര്യമില്ല, അത് വേറൊരു പ്രശ്നം. അപ്പോ ഈ ഇടതുപക്ഷം വീണ്ടും വരുവാൻ വേണ്ടിയിട്ട്, ഭരണം വരുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും നമ്മളെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കുവാൻ വേണ്ടിയിട്ട് ഒരു കച്ചകെട്ടി ഇറങ്ങി. എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ രണ്ട് ടീമിനും ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, അതിൽ കൂടി രണ്ടുപേർക്കും ഭരണം നേടിയെടുക്കുക. അത് വലതുപക്ഷമായിക്കോട്ടെ ഇടതുപക്ഷമായിക്കോട്ടെ. അതിന്റെ പിന്നാമ്പുറ കളികളാണ് ഓരോ പെൺകുട്ടികളായിട്ട് കുത്തി ഇറക്കി കൊണ്ടുവന്ന് ഇപ്പോ ലാസ്റ്റ് പരാതി കൊടുത്ത ആള് ഇമെയിൽ വഴി അയച്ച ആള് ഇപ്പോ വിദേശത്ത് നിന്ന് വണ്ടി കയറിയെന്നാ പറയുന്നത്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നിറങ്ങി ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടി നമുക്കിനി അറിയാൻ പോകുന്നതായിരിക്കും. ചിലപ്പോൾ മുഖം കാണിച്ചായിരിക്കാം, അല്ലെങ്കിൽ മുഖം കാണിക്കാതായിരിക്കാം. എന്തായാലും ഇത് നിങ്ങളുടെയൊക്കെ നാശത്തിനാണ്. സാധാരണ സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി നിങ്ങൾ മുഖേന കിട്ടാതാവും. കാര്യം നിങ്ങളൊന്നും അതിജീവിതമാരല്ല, വ്യാജ അതിജീവിതമാരാണ്. കാരണം സുഖം തേടി പോയിട്ട് സുഖം അനുഭവിച്ചിട്ട് മറ്റൊരാളിനെ ഒറ്റിക്കൊടുക്കുന്ന പരിപാടി. ഇതല്ല പീഡനം, ഇതല്ല അതിജീവിതം.